ഹായ്, ഒരു യോഗത്തിൽ പങ്കെടുത്തു. നീചകുലജാതനായ ഒരാൾ ഉന്നത കുലജാതന്മാരുടെ ഇടയിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു. പ്രശ്നമായി, നോട്ടീസ് കൊടുത്തു, പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മേലിൽ ഇത്തരം യോഗങ്ങളിലോ പൊതു ഇടങ്ങളിലോ നിന്നെ കാണാൻ പോലും പാടില്ല. അയിത്തം പറയുകയാണ്. അതിശയിക്കണ്ട, ഹിന്ദു മതമോ മറ്റു ഒരു മതവുമല്ല, ഇസ്ലാം മതത്തിലാണ്. സംവരണം എന്താണെന്നെങ്കിലും അറിയുമോ? സംവരണം വേണ്ട എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, അതായത് ഈ RSS BJP സംഘടനകൾ പറയുമ്പോൾ അതിന് മറ്റൊരു തലമുണ്ടെന്ന് ഞാൻ വാദിക്കുമ്പോഴും ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇത് പറയണ്ട എന്ന് പല പ്രാവശ്യം ആലോചിച്ചു. പക്ഷെ പറയാതെ വിട്ടാൽ അത് ശരിയായ നടപടിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ചങ്ങനാശ്ശേരി നടന്ന ഒരു വിഷയം, അവിടെ നടന്ന ഒരു സംഭവം, അത് മീഡിയ വൺ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കോട്ടയം ചങ്ങനാശ്ശേരി പുത്തൂർ മുസ്ലിം ജമാഅത്തിൽ വിവേചനം. ബാർബർ ലബ്ബ വിഭാഗങ്ങൾക്ക് പൊതുയോഗത്തിൽ പ്രവേശനമില്ല. കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ പങ്കെടുത്തയാൾക്ക് നോട്ടീസ് നൽകി. ഭരണഘടനാ പ്രകാരമാണ് നോട്ടീസ് നൽകിയതെന്നാണ് മഹല്ല് ഭാരവാഹികളുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം നടന്ന മഹല്ല് പൊതുയോഗത്തിൽ പങ്കെടുത്തതോടെയാണ് അനീഷ് സാലി എന്നയാൾക്ക് നോട്ടീസ് നൽകിയത്. പൂർവികരുടെ പാരമ്പര്യം തെറ്റിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാർബർ വിഭാഗത്തിൽപ്പെട്ട അനീഷിന് നോട്ടീസ് നൽകിയത്. നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് വിലക്കുള്ളവരാണ്, ഈ യോഗത്തിൽ അറിവില്ലായ്മ കൊണ്ട് പങ്കെടുത്തതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് കൊടുത്തു വിട്ടിരിക്കുന്നു. ഒരു കീഴ്നടപ്പിൽപ്പെട്ട ആൾക്കാരാണെന്നുള്ള രീതിയിൽ. നൂറ്റാണ്ട് പഴക്കമുള്ള മഹലിൽ ബാർബർ ലബ്ബ വിഭാഗങ്ങൾക്ക് അംഗത്വമടക്കം നൽകില്ലെന്നും ഇക്കാര്യം ഇവരുടെ പൂർവികർ എഴുതി നൽകിയതാണെന്നുമാണ് പള്ളി ഭാരവാഹികളുടെ ന്യായം. എല്ലാവരെയും ഉൾക്കൊള്ളണമെങ്കിൽ പള്ളി ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നും അതിനുള്ള ശ്രമം ആരംഭിച്ചെന്നും ഭാരവാഹികൾ പറയുന്നു. നമ്മൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ഭരണഘടനാ അമെൻഡ്മെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ പലരും പറഞ്ഞു ഇവരെ എടുക്കാൻ പാടില്ല, അവരെ പഴയ പോലെ തന്നെ ഇരിക്കണം, ഈ ഭരണഘടന നല്ലതാണ്, ഇതിൽ യാതൊരു മാറ്റവും വരുത്തണ്ട, അങ്ങനെ മുന്നോട്ട് പോട്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ പയ്യനെ വളരെ മോശമായി ചിത്രീകരിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പുതുതായുണ്ടായ നോട്ടീസ് വിവാദം മഹല്ലംഗങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഈ കത്തെന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി കൊടുത്താണ്. ഈ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഉള്ളിലും ഈ ജമാഅത്തിൽ തന്നെ കുറച്ച് വലിയ കുടുംബക്കാരുടെ ഉള്ളിലും ഇത് ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ഹൈക്കോടതി ഇപ്പം ഇത് മാറ്റിയേ പറ്റൂ. യു മീഡിയ വൺ കോട്ടയം. മീഡിയ വണ്ണിൽ വന്നതാണ് നിങ്ങൾ കേട്ടത്. മീഡിയ വൺ എന്ന് പറയുമ്പോൾ മറ്റൊരു ചാനൽ എടുത്തു വെച്ച് പറഞ്ഞ് വർഗീയത പറഞ്ഞു എന്നൊന്നും പറയാനാകാത്തത് കൊണ്ടാണ് ആ ഒരു സ്പെസിഫിക് തിങ് ഞാൻ ഇവിടെ വീണ്ടും ആഡ് ഓൺ ചെയ്തത്. ലബ്ബ അല്ലെങ്കിൽ ബാർബർ, ഒസ എന്ന് പറയും. ഒസ വിഭാഗത്തിനെ പൊതു ചടങ്ങ്, അതായത് മുസ്ലിംസിന് നടത്തുന്ന ചടങ്ങുകളിലേക്ക് വരാൻ പാടില്ല എന്ന് നിഷ്ഠ പറയുകയാണ്, ജാതീയ വിഭാഗീയത പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന സംവരണം ശരിയാണോ തെറ്റാണോ എന്നാണ് എൻ്റെ ചോദ്യം. നിശ്ചയമായും തെറ്റാണ്. ഇതിനകത്ത് അവർ നിഷ്കർഷിക്കുന്ന വിഭാഗീയത ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ട, മുസ്ലിങ്ങൾക്കായി നീക്കിയിരുത്തി വെച്ചിരിക്കുന്ന ഈ സംവരണം കൊടുക്കേണ്ടത് ഈ ബാർബർ ലബ്ബ കമ്മ്യൂണിറ്റിക്കാണ്. നിങ്ങൾ വിഭജിച്ചതല്ലേ, നിങ്ങൾ മാറ്റി നിർത്തുന്നതല്ലേ ഒരു വിഭാഗത്തിനെ. ഇതിനകത്ത് നടന്നത് എന്താണ്? സിമ്പിളാണ്. ആ പയ്യൻ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോയി. അത് പറ്റില്ല. കാരണം ബാർബർ, ലബ്ബ ഇതൊക്കെ നീച്ച കുലജാതരാണ്. അവരെയൊന്നും പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ളവർക്കൊപ്പം വേദി പങ്കിടാനോ അവർക്കൊപ്പം ചേർത്തിരുത്താനോ പറ്റില്ല. അയിത്തം മാത്രമേ, അയിത്തം. ഇസ്ലാമിൽ അയിത്തം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഏതായാലും എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, ഒസ എന്നൊരു വിഭാഗം വരും, അവരുമായിട്ട് അധികം ടച്ചപ്പ് ഒന്നും വെക്കണ്ട, അവരെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഇത്രത്തോളം തീവ്രതയുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഇന്ത്യയിൽ സംവരണം ഏർപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ സംവരണം പലർക്കും ഉണ്ടല്ലോ, അതിൽ സംവരണം ഏർപ്പെടുത്തുമ്പോൾ ഇസ്ലാമിയർക്ക് ഈ സംവരണം കൊടുക്കേണ്ടതില്ല എന്നൊരു വിഭാഗം ഇവിടെ പറയുമ്പോൾ അതിനുവേണ്ടി ഒരു കമ്മീഷൻ അറേഞ്ച് ചെയ്തു. അതൊന്ന് സെർച്ച് ചെയ്ത് എന്താണ് വിശേഷമെന്ന് നമുക്കൊന്ന് റിപ്പോർട്ട് തരാം. ആ റിപ്പോർട്ടിൻ പ്രകാരം നടന്ന വിഷയം എന്താണെന്നാൽ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. അവരത് അർഹിക്കുന്നു എന്നാണ്. ഇവിടുത്തെ സൗത്തിലെ അല്ല, നോർത്ത് സൈഡിലുള്ള ഇസ്ലാമിയരൊക്കെ വളരെ കഷ്ടപ്പെടുന്ന ഒരു ഫോമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ സപ്പോർട്ട് വേണം. അതിൻ്റെ കൂടെ OBC എന്നാണ് ഇതിന് പേര് പറയുക, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ന്യൂനപക്ഷം എന്ന ഒരു വിഭാഗവും എന്ന രീതിയിലും ഇവർക്കൊരു സംവരണമുണ്ട്. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന ഇതുമുണ്ട്. മെജോറിറ്റി നമ്പർ ഓഫ് സംവരണത്തിൻ്റെ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്.
ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ളത് അടിവരയിടുക. ഇവിടെ അവർക്കിടയിൽ തന്നെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടെങ്കിൽ ബ്രാഹ്മണകുലരായിട്ടുള്ള, അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞാണ്, മറ്റത് അവരുടെ ഇതിലാണെങ്കിൽ തങ്ങൾ, മരയ്ക്കാർ, ഷാഫി, അനഫി, അക്കുലഫി, അതുലഫി, അമ്മുമ്മയുടെ ഒന്നാം കുലിസ്, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ളവർക്ക് ഒസ ലബ്ബ വിഭാഗത്തിന് പറ്റില്ല, ബാർബർ ലബ്ബ വിഭാഗത്തിന് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം, ഇവർക്ക് എന്തിനാണ് സംവരണം? ഉന്നത കുലജാതരല്ലേ ഇവർക്ക്? നോർമൽ മറ്റുള്ളവർക്ക് ഇപ്പം ബ്രാഹ്മിൺസിന്, നായർ അതുപോലുള്ള കാറ്റഗറിക്കൊക്കെ കിട്ടുന്ന കണക്കുള്ള സംവരണം ഒരു 50% അവിടെ ഉണ്ടല്ലോ. അവർ എഫർട്ട് എടുത്ത് അതിൽ എടുക്കട്ടെ. സംവരണം കൊടുക്കേണ്ട വിഭാഗം ഏതെന്നാൽ ലബ്ബയും ഈ പറയുന്ന ബാർബർ എന്ന വിഭാഗവുമാണ്. ഇതൊരു തിരിച്ചറിവാണ്. ഇവരെ ഒതുക്കണമെങ്കിൽ, അതായത് ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ തന്നെ കൊണ്ടുവന്ന കാര്യത്തിൽ അവർക്ക് അങ്ങോട്ട് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക. സ്പെഷ്യലി ഇസ്ലാം മതവിഭാഗത്തിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോ നമ്മുടെ രീതിയോ ജനാധിപത്യം എന്തെന്നാണോ സെക്കുലറിസം എന്തെന്നോ വിവേചനം എന്തെന്നോ ഒന്നും അറിയത്തില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്ന പേക്കൂത്ത്. ഇത് മറ്റൊരു മീഡിയയാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ദാ വർഗീയത പറയണു അല്ലെങ്കിൽ വേറെന്തൊക്കെ പറയണു എന്ന് പറയും. ഇത് മീഡിയ കൊണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഏകദേശം നിങ്ങൾക്ക് മീഡിയ കൊണ്ട് ഒരു ഇതറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അവരെടുത്തിട്ടുണ്ടാവുക. നിശ്ചയമായും കർശനമായും ഇത് മറ്റുള്ളവരുടെ നോട്ടിഫിക്കേഷനിൽ പോകാത്തത് അവർക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ക്ലിയറായി പറഞ്ഞാൽ ഇസ്ലാം മതത്തിലുള്ള ഉച്ചനീചത്വമാണ് ഇവിടെ വെളിയിലേക്ക് വന്നിട്ടുള്ളത്. തങ്ങൾ കുടുംബത്തിലേക്ക് ഒസായുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണു കൊടുക്കില്ല. ഷാഫി, അനഫി, റാവുത്തർ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് ഒസ കുടുംബത്തിലേക്ക് പെണ്ണു കൊടുക്കില്ല, ചെറുക്കനെ കൊടുക്കില്ല, ഒന്നുമില്ല, അവരുമായിട്ട് ഒരു ബന്ധവുമില്ല, പൊതുവേദി പോലും പങ്കെടുക്കില്ല എന്ന് പറയുന്ന ഇവർക്ക് തിരിച്ചറിവിന്റെ പാത കൊടുക്കാൻ സർക്കാരുകൾ ശ്രമം നടത്തണം. നിശ്ചയമായും മറുപടി കൊടുക്കണം. സംവരണം ഈ വിഭാഗക്കാർക്കായി നിജപ്പെടുത്തണം, മറ്റുള്ളവർക്ക് കൊടുക്കരുത്. ന്യൂനപക്ഷം എന്നുള്ള ആ 1% മാത്രം കൊടുത്തുകൊണ്ട് ബാക്കി വരുന്ന OBC വിഭാഗം എന്ന രീതിയിൽ അവർ കൺസിഡർ ചെയ്ത സ്ഥിതിക്ക് പൊതുജനവും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരും ആ കൺസിഡറേഷനിൽ ഇവർക്ക് വേണം സംവരണം കൊടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വിഭാഗത്തിലും ഇവരനുഭവിക്കുന്ന എല്ലാ പ്രിവിലേജും എടുത്തു കളയണം. അവർക്ക് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണല്ലോ താല്പര്യം, അവരെ അങ്ങനെ തന്നെ വെച്ചേക്കുക. ഈ വിഭാഗത്തിന് അങ്ങനെ തന്നെ കൊടുക്കണം. ആ കൺസിഡറേഷൻ കൊടുക്കുക തന്നെ വേണം. അവർക്കിടയിൽ നടക്കുന്ന ഉച്ചനീചത്വവും അരാജകത്വവും അവർക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായി ആ പയ്യൻ മുൻപോട്ട് വന്നതിന്റെ കാരണം എഡ്യൂക്കേഷനും ഇന്നുള്ള പൊതുബോധവുമാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇതുണ്ടായിരുന്നപ്പോൾ സംസാരിക്കാനോ പുറത്തേക്ക് വന്നത് പറയാനോ തൻ്റെ ഇടമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവർക്കറിയില്ല ഇത് എൻ്റെ റൈറ്റ്സ് ആണെന്ന്. ഇത് ഞങ്ങളുടെ മതബോധമാണ്, ഇത് അനുസരിക്കണമെന്നാണ് അവർ ധരിച്ചിരുന്നത്. എവിടെയും ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്. പാരലായി ഇവിടെ ഒരു സർക്കാർ ഉണ്ടാകുന്നുണ്ട്, പാരലായി ഒരു സിസ്റ്റം ഇവിടെ വളർന്നു വരുന്നുണ്ട്. കർശനമായി നിർബന്ധമായും വിലക്ക് ഏർപ്പെടുത്തേണ്ട ഒരു വൃത്തികെട്ട രീതി ഇവിടെയുണ്ട്. പല ആൾക്കാർക്ക് ഇപ്പോൾ പാണ്ടിക്കാൻ കുഞ്ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ആ പെൺകുട്ടിയെ കാണിച്ചു എന്ന രീതിയിൽ അയാൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം നിങ്ങൾ കാണുന്നില്ലേ? അത് പാരലായി നടക്കുന്ന മറ്റൊരു അംഗത്തട്ടാണ്. നിശ്ചയമായും വിലക്കേണ്ടതിനെ കൃത്യമായി സർക്കാർ തലങ്ങളിൽ നിന്ന് ഇടപെടലുകൾ നടത്താതിരുന്നാൽ ഇവരിത് താലിബാനിസം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡ്രസ് കോഡിൽ വന്ന മാറ്റം, അവരുടെ സ്വഭാവ രീതിയിൽ, അവരുടെ ആറ്റിറ്റ്യൂഡിൽ, അവർ കോളനിയായി താമസിക്കാൻ കാണിക്കുന്ന ആ ഉത്സാഹത്തിൽ ഒക്കെ തന്നെ അവർ മറ്റൊരു ലോകത്താണുള്ളത്. അവരെ സാധാരണ ജനങ്ങളായി, നമ്മളുടെ പൗരന്മാരായി നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബോധം പിന്നീട് തീവ്രവാദത്തിലേക്കും പിന്നീട് അത് അക്രമകാരികളെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ നടക്കും എന്നതിനപ്പുറം ഒരു ലാഭവും ഇതിനകത്തുണ്ടാവില്ല. നിശ്ചയമായും സംവരണം ഇവർക്ക് കൊടുക്കാനേ പാടില്ല, എടുത്തു കളയണം. സംവരണം അർഹിക്കാത്ത മനുഷ്യരാണ് ഇവർ. ഉച്ചനീചത്വം പറയുന്ന ഇവരെ നിശ്ചയമായും അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ജമാഅത്തിലെങ്കിലും സംവരണം കൊടുക്കില്ല എന്ന് നിർബന്ധമായും ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് വേണം. ഇതിനു വേണ്ടിയിട്ട് ജോയിന്റ് പെറ്റീഷനാണ് തയ്യാറാക്കേണ്ടത്. നിർബന്ധമായും മറ്റു മതവിഭാഗക്കാരല്ല ചെയ്യേണ്ടത്, അവർക്കിടയിൽ നിന്ന് തന്നെ വേണം. പ്രത്യേകിച്ച് ആ പയ്യൻ നിയമത്തിന്റെ വഴി പോകുമെന്ന് പറയുന്നുണ്ട്, നല്ല സിംറ്റമാണത്. ഇനി അത് നേരിടേണ്ടി വരുന്ന ആക്രമണം ചില്ലറയായിരിക്കത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പലരുടെയും പല കോപ്രായങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ആ കോപ്രായത്തിലൊന്നാണ് മതവിമർശനം നടത്തുന്നവരെ അടക്കും, ഒതുക്കും, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ വെല്ലുവിളികൾ കാണുന്നുണ്ട്. ഈ വെല്ലുവിളിക്കുന്നവരുടെ ചോദ്യമാണ്, ഞങ്ങളുടെ ബോധ നിലവാരത്തിൽ മതം എന്നത് ഭ്രാന്താണ്,
ഞങ്ങൾക്ക് ആ ഭ്രാന്ത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു തരുമ്പോൾ ആ ഭ്രാന്തിനെ ഞങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നിശബ്ദരായി ഇരിക്കണമെന്ന് പറയുന്ന നിങ്ങൾ ജനാധിപത്യ വിരുദ്ധതയാണ് സംസാരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെയൊന്നും ഒരു കുന്തവും ഇവിടെ നടക്കാനും പോകുന്നില്ല. അങ്ങനെയുള്ള മ്ലേച്ഛത്തരങ്ങൾ തലയിലുള്ളത് മതബോധം കൊണ്ടാണ്. അതെടുത്ത് ദൂരേക്ക് കളയുക. ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ആർജവമുണ്ടെങ്കിൽ നാണയത്തിൽ തിരിച്ചങ്ങോട്ട് കിട്ടും എന്നുള്ളത് വസ്തുതയാണ്. മതവിമർശനമല്ല പറയുന്നത്, ഞങ്ങൾക്ക് മതം വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അവരെ ആക്രമിക്കാൻ നിങ്ങൾ കോപ്പ് കൂട്ടുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. മതം വിട്ട് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, മതത്തിലെ പ്രശ്നങ്ങളെ തുറന്നു പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന രീതി കാണുമ്പോൾ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്തവൻ അതിനെതിരെ പറയാൻ അർഹനേ അല്ലെന്ന അർത്ഥം. അത് എത്ര വലിയ കൊടിയ ജനപ്രതിനിധിയായാലും പണക്കാരനായാലും ഏവനായിരുന്നാലും നാണമുള്ളവൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ പറയത്തില്ല. കാരണം ഒരു എക്സ് മുസ്ലിമായിട്ടോ മതത്തിനെ വിമർശിച്ചുകൊണ്ടോ ഒരു ദിവസം ജീവിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാകാവുന്ന ഒരു വലിയ കാര്യമാണത്. അങ്ങനെ ഒരു രീതിയിലും ജീവിക്കാൻ അനുഭവിക്കാത്ത ഒരു വിഭാഗത്തിന് കുറച്ചുകൂടെ സപ്പോർട്ടീവായ കമന്റ്സ് ഇട്ടുകൊണ്ട് വീണ്ടും മറ്റുള്ളവരെ അക്രമത്തിന് വിട്ടുകൊടുക്കുന്നവൻ ശരിയായ ജനപ്രതിനിധി പോലുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.